சீடு சீடு சினம் சீரும் மனம் எதிர்ப்புகள் வரும் முறைத்து கடக்கிறேன் கடுகடு முகம் காயும் ரத்தம் கொதி கொதித்திடும் வேகம் எடுக்கிறேன் பணிந்து நடக்கும் அடிமை இல்லை தன்மானமே பலம் இதயம் மறைக்கும் உடைகள் இல்லை. എടാ ഒന്ന് ഇവിടെ കൂടെ നോക്കിട്ട് പോടാ. ഓ, ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ മാമി എന്ത്? ദോ അവിടെ കിച്ചണിലുണ്ട്, എന്തോ ഉണ്ടാക്കാൻ തോന്നുന്നു. ഇന്നാരാ? അന്യനോ അമ്പിയോ? പ്രത്യേകിച്ച് മാറ്റൊന്നുമില്ല. രാവിലെ അമ്പിയാണെങ്കിൽ ഉച്ചയ്ക്ക് അന്യൻ. ഓ, അപ്പോൾ രാത്രി മാമനോ? ഞാൻ പൊക്കോളാം. മാമിയേ മാമിയേ, കിടന്നക്കാറടച്ചക്ക. ഇന്നെന്താ സ്പെഷ്യല്? നല്ല മുരിഞ്ഞ ദോശയും ചമ്മന്തി. ഓ ദാരിദ്ര്യം, ഇതിന് മാത്രം എന്തോ ഒരു മാറ്റില്ലാത്ത. അല്ല, എന്തേനു 2 ദിവസം കണ്ടില്ലേ വഴി? അത് എക്സാമൊക്കെ വരല്ലേ, അപ്പോൾ അച്ഛൻ പുതിയ പ്ലേ സ്റ്റേഷൻ മേടിച്ചെന്നു. ഇപ്പം അതിലാ. ഇവിടെ തന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? നീയല്ലേ കൂട്ട്. പൊട്ടനായിരുന്നു ഞാൻ. ഞങ്ങൾക്ക് ഇനി പേടിക്കണ്ടല്ലോ. എന്തായാലും നീയും കൂടെ ചേർന്നത് നന്നായി. ചേർന്നതല്ല, ചേർത്തതല്ലേ. എടി മോളെ പയ്യപ്പൊടി, അങ്ങേരെ അവിടെ തന്നെ ഉണ്ട്. ഹായ് ജോണേട്ടാ. ജോണാ? അത് ജോണല്ല, ജിയോൺ തോമസ്. ആഹാ, അപ്പൊ ഈ ടൊവിനോ തോമസിന്റെ ആരുമല്ല അല്ലേ? ഇപ്പൊ സമയം എത്രയും? അത് ഇവനിക്കാൻ വൈകിട്ടാ. സത്യമായിട്ടും സുഖം. ഒരു സ്പോർട്സ്മാന് വേണ്ട കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. ഫസ്റ്റ് വൺ, പഞ്ച്വാലിറ്റി. സോ ബി ഓൺ ടൈം. സമയം അത് ആരുടെ കയ്യിലും അല്ല, കാത്തു നിൽക്കത്തുമില്ല. ബട്ട് നിങ്ങൾ നിൽക്കൂലോ? ദ നെക്സ്റ്റ് വൺ, പേഷ്യൻസ്. അതെനിക്കുണ്ട്. എന്നാൽ എനിക്കതില്ല. സോ ഡോണ്ട് പ്ലേ വിത്ത് ഇറ്റ്, ഓക്കെ? ദെൻ ഫിറ്റ്നസ്. ഓ, അതെനിക്കില്ല. സാരില്ല, ഞാൻ ശരിയാക്കി തരാം. എന്തോ ഒരു പെസക്. ഹലോ, മോളെവിടെയാ? പുറത്താണോ? പപ്പ പിന്നെ വിളിക്കണോ? ഇല്ല പപ്പ, ഞാൻ വീട്ടിലുള്ളൂ. അതെന്തേ ഇന്നെങ്ങോട്ടും പോയില്ലേ നിങ്ങൾ 3 പേരും? ഇല്ല, അമ്മും പാച്ചും ബോക്സിങ്ങിന് ചേർന്നു. അപ്പോൾ ക്ലാസ്സിന് പോയി. ഓ, അപ്പോ എൻ്റെ മോളെന്താ പോവാഞ്ഞേ? പപ്പയുടെ മോളെ മടിച്ചാന്ന് പപ്പയ്ക്ക് അറിഞ്ഞൂടെ? എന്നാലും പോവാർന്നു. ഇപ്പം അവരവിടെ അടിച്ചു പൊളിക്കണ്ടോ? നീയോ വീട്ടിൽ ബോറടിച്ചിരിക്കുന്നു? അത് സാരല്ല പപ്പേ, ഞാൻ ഓക്കെയാണ്. എന്നാ കുഴപ്പമില്ല. മനസ്സ് മാറാണെങ്കിൽ പപ്പോട് പറഞ്ഞോളൂ. പപ്പ അങ്കിളിനെ വിളിച്ച് പറയാം. ഞാൻ പറയാം. എന്നാ ശരി, പപ്പയ്ക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ട സമയമായി. ബൈ പപ്പ. അവരിപ്പോൾ എന്താ ചെയ്യണ്ടാവോ? നമ്മളെവിടെ എത്തി അങ്ങേര് പോയെന്നാ തോന്നണേ.
എന്നാ നീ ചെന്ന് ആ ചെക്കനോട് ആളെ കുറിച്ച് ചോദിക്കോ. ആഹാ, അത് കൊള്ളാം. ഞാൻ തന്നെ പോണല്ലേ? എടാ ഫെലിക്സേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? തൻ്റെ സാറെങ്ങനെയാ? ആളെ കാണാൻ ചെറിയൊരു കൽപ്പന, പക്ഷെ പാവ. എങ്ങനെയാ, വിളയോ? ഓ അങ്ങനെ. എനിക്ക് നിങ്ങളെ ആദ്യം കണ്ടപ്പോഴേ തോന്നി എന്തോ പ്ലാൻ ഉണ്ടെന്ന്. അപ്പോൾ അതിതായിരുന്നല്ലേ? ഇനി നീ ഇതാരോടും പറയണ്ട. ഒന്നവിടെ നിന്നെ. എടി, അവൻ മറ്റേതാ. അവൻ എന്നെ ഞാൻ എൻ്റെ ലച്ചുവിനോട് എന്ത് പറഞ്ഞു മനസ്സിലാക്കും? ഇനി ഒരു നിമിഷം അവിടെ നിന്നോടാ. വാ വാ. ഞാൻ വരൂല. എങ്ങോട്ടാ? വാഷു, ഇവളെയും കൊണ്ട്. അമ്മ പറഞ്ഞിട്ടുണ്ട് പരിചയമില്ലാത്തടത്ത് ഒറ്റയ്ക്ക് പോയിരുന്നത്. എന്നാ ഞാൻ ഫെലിക്സിനെ വിടാം. വേണ്ട. ഞാൻ സഹിച്ചു പിടിച്ചോളാം. പാച്ചു 25 പുഷപ്പ് ആൻഡ് യു ഡു 35. എടി, ഇനി അങ്ങേർക്ക് വല്ല നിങ്ങിതുവരെ തുടങ്ങിയില്ലേ? തുടങ്ങി. അങ്ങനെ വളയ്ക്കാൻ പോയ നീ വളഞ്ഞു വന്ന്. ഓർമ്മിപ്പിക്കല്ലേ? അതെന്തായാലും പിടിച്ച്. ഇന്നലത്തോടെ മതിയായി കാണും. നാളെ തൊട്ട് പോണെന്ന് പറയില്ല. ഭാഗ്യം. ഓ ദേ സ്റ്റോറി വന്നിട്ടല്ലോ. ആ, ഇക്കാര്യത്തിൽ ഷീസ് ഹർ. അതാര്? ആ, മറ്റേ ദാറ്റ് വൺ ഹോമി സ്ഥിരം കുളിച്ചില്ലേലും സ്റ്റോറി ഇടാൻ മറക്കാത്ത. ഓ അത്. എന്നാ ഈ ഹോമി പണിയാ. നീ സ്റ്റോറി നോക്ക്. காண்கின்றவன் கூட நிஜமல்ல, இதம் சேர்க்கும் கனா கூட சுகம். ഓ, എന്ത് കുഞ്ചാടേ. പിന്നെ നല്ല രസമുണ്ട്. 2 ദിവസം മുമ്പ് കണ്ട ആൾക്ക് വേണ്ടി അവളിട്ടു. 2 വർഷമായി നിന്റെ കൂടെ നടക്കുന്നു. നീ എനിക്ക് വേണ്ടി പറഞ്ഞിട്ടോ. നമുക്കിടയിൽ എന്തിനാ കുട്ടാ സ്റ്റോറിയും സ്റ്റാറ്റസും? വെറുതെ അല്ലടാ നിനക്ക് പെണ്ണ് കിട്ടാനേ. ഐ, വേണമെങ്കല്ലേ. ഗായ്സ്, ഇത് നാഥൻ. ആരുടേതല്ലേ? ദോ ഈ ഭാഗ്യവതിയായ ഭാഗ്യയുടെ. ഈ ഭാഗ്യവതിയായ ഭാഗ്യയുടെ നാഥനായ നാഥനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. ഓ അത് നാഥമയോ. ആക്ച്വലി ഈ നാഥനും നാദിയും അല്ല, ഈ നാഥനും ഭാഗ്യം ആരാന്ന് വെച്ചാൽ നമ്മുടെ അമ്മൂൻ്റെ വീട്ടിലെ റേഷൻ കാർഡിൽ പേരില്ലെങ്കിലും ആ വീട്ടിലെ പൂർണ്ണ അംഗത്വമുള്ള നമ്മുടെ കണ്ണിലുണ്ണിയും പൊന്നോമനയുമായ പാച്ചുവിൻ്റെ മാതാപിതാക്കൾ. ഇവൻ ഹിന്ദി സംസാരിക്കണേ. അല്ല മൂളുട്ടി അവിടെ എന്താ ചെയ്യണേ? അത് അച്ചി. ഓ ഈ കർട്ടനിലൊക്കെ എന്ത് പൊടിയാ. എന്നാ ഞാനത് ഊരിത്തരാം. കൈകിടാവോ? വേണ്ട.
നോക്കു മനുഷ്യ, പരീക്ഷയ്ക്ക് പോലും ബുക്ക് തുറക്കാത്തവളാ. ഈശ്വര, ഇതേത് യൂണിവേഴ്സ്? അയ്യോ, നോക്കണ്ട്. A² + B² = മോൾട്ടി പഠിക്കാണോ? മാമൻ എന്തേലും ചോദിച്ചിരുന്നോ? ഞാൻ പഠിക്കണ കാരണം നിങ്ങൾ പറയുന്നതൊന്നും കേട്ടില്ല. ഏയ്, നന്നായി പഠിച്ചോളൂന്ന് പറഞ്ഞതാ. ഓ, പാച്ചുവിന്റെ സ്റ്റോറി. Hey guys, we are back.